ചെങ്ങളായി പഞ്ചായത്തിൽ വീണ്ടും മാലിന്യം പിടികൂടി. ചെങ്ങളായി കൊളന്തക്കടവ് റോഡിൽ രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയവരെയാണ് പഞ്ചായത്ത് അധികാരികൾ പിടികൂടിയത്. മയിൽ എട്ടയാറിലെ സ്ഥാപനത്തിൽ നിന്നും 30,000 രൂപ പിഴ ഈടാക്കി. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വാർഡ് 12 ചെങ്ങളായി കൊളന്തക്കടവ് റോഡിൽ പെരിങ്കോന്ന് എന്ന സ്ഥലത്ത് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി പിഴ ചുമത്തി മാലിന്യം തിരിച്ചെടുപ്പിച്ചു. കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ എട്ടയാറിൽ പ്രവർത്തിക്കുന്ന ഡോൾഫിൻ റെസ്റ്റോറൻറ്റിലെ മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയത്. പരിശോധനയിൽ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി മധു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ജനാർദ്ദനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രജോഷ്, സീനിയർ ക്ലർക്ക് രാജേഷ് പി കെ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ടിജോ കെ ജോർജ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ ആയ ലിജ ടി കെ, രമ്യമോൾ വിജയൻ, രജനി സി എന്നിവർ പങ്കെടുത്തു. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ച ചെങ്ങളായിൽ മാലിന്യം പൊതുസ്ഥലങ്ങളിൽ കൊണ്ടിടുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ അറിയിച്ചു. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചായത്താണ്. മാലിന്യങ്ങളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് തികച്ചും ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിച്ചു പോരുന്നൊരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ഇന്നലെ രാത്രിയാണ് മയ്യിൽ പഞ്ചായത്തിലെ എട്ടയാറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും നമ്മുടെ പുഴയോരത്ത് ഒട്ടനവധി ചാക്ക് മാലിന്യങ്ങൾ രാത്രി 12 മണിക്ക് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുള്ളൂ. ഇത് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. വിവിധങ്ങളായ സ്ഥാപനങ്ങൾ പഞ്ചായത്തിൻ്റെ പുറത്തു നിന്ന് നമ്മുടെ പഞ്ചായത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് സമീപകാലത്ത് ആവർത്തിച്ചു വരികയാണ്. ഇത്തരം സംഭവങ്ങൾക്കെതിരായി കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പാണ് ഒരു കമ്പനിയോട് തലശ്ശേരിയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് 30,000 രൂപ ഞങ്ങൾ പിഴ ഈടാക്കിയിരുന്നു. ഇത് മാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് നിക്ഷേപിക്കുന്ന വളപട്ടണം പുഴയിലേക്ക് നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന മാലിന്യമാണ് ഇപ്പോൾ ഇവിടെ പിടിച്ചു വച്ചപ്പെട്ടിട്ടുള്ളത്. കർശനമായ നിയമ നടപടികൾ ഈ സ്ഥാപനത്തിനെതിരായി സ്വീകരിക്കുകയും വലിയ നിയമം അനുശാസിക്കുന്ന ഏറ്റവും ഉയർന്ന സംഖ്യ ഇവരോട് ഫൈനായി ഈടാക്കുകയും ചെയ്യും.